മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗീയ സമ്മാനം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധി വളർത്തിക്കൊണ്ടുവരാൻ മലാഖമാരുടെയും ദേവദൂതന്മാരുടെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗോന്മുഖരായി യാത്ര ചെയ്യാനുള്ള ഒരു ചെറിയ സംരംഭം. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അതിനെ പ്രത്യേകമായിട്ട് നമ്മെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രിയപ്പെട്ട റേച്ചേട്ടനും സോഫിച്ചിയുമാണ്. അവർക്ക് 4 മക്കളാണ്. അവരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനപ്രസംഗത്തിൽ കേട്ട ഒരു ചെറിയൊരു കഥയുണ്ട്, ഒരു പൊട്ടക്കഥയാണ്. വൈകുന്നേരം ഭർത്താവ് ഇരുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ചായ ആയിട്ട് വന്ന ഭാര്യ കണ്ടിട്ട് പറഞ്ഞു, നാണില്ല മനുഷ്യ, ഞങ്ങൾ പോലും സീരിയലിലൊക്കെ കണ്ട് കരയുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇതൊക്കെ ഓൾഡ് ജനറേഷനാണ്, ന്യൂ ജനിൽ ആരും ഇങ്ങനെയൊന്നും കരയാറില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നുമോളിങ്ങ് വാ, ഇവിടെ ഇരിക്കി, അവളെ പിടിച്ചടുത്തിരുത്തി, നീ നോക്കിക്കേ, നീയും കരഞ്ഞു പോവും. നോക്കിയപ്പോൾ ചില പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണുന്നു. ഭർത്താവ് പറയാം, മോളെ ഇത് സീരിയലൊന്നും അല്ലടി, നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. കല്യാണത്തിൻ്റെ CD ഒന്നുകൂടി ഇട്ടപ്പോഴത്തേക്ക് പൊട്ടി കരഞ്ഞു പോയതാണ് പല സീനും കണ്ടിട്ടേ. കാരണം അതിനുശേഷം ഇതുവരെ നമ്മളിതുപോലെ കെട്ടിപ്പിടിക്കുകയോ ഒന്ന് കൈ കൊടുക്കുകയോ പള്ളി ഒരുമിച്ച് പോയി നിന്നിട്ടില്ല. അതുകൊണ്ട് പലതും ഓർക്കുമ്പോൾ പൊട്ടി കരഞ്ഞു പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധുരമൊഴിയുടെ വിഷയവും വിവാഹമല്ല കേട്ടോ. പക്ഷേ മാതാപിതാക്കളുടെ പരസ്പര സ്നേഹവും അവരുടെ സ്നേഹപ്രകടനങ്ങളും മക്കളുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്, ഒരു ചലനം. കാരണം നമ്മൾ മലയാളികൾ എപ്പോഴും ഭയങ്കര പൂറാണ് ഇക്കാര്യത്തിൽ. സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും പ്രകടിപ്പിക്കത്തില്ല. ഒരിക്കൽ പോലും അപ്പനും അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് കൈകോർത്ത് പിടിക്കുന്നതോ ഒരു ചുംബിക്കുന്നതോ ഒന്നും ഒരിക്കലും മക്കൾ കാണത്തില്ല. അത് അയ്യേ മോശം കാര്യം, ഒളിച്ചും പാത്തും ചെയ്യണമെന്നൊക്കെ കുറേ പൊട്ടയായ ധാരണകൾ നമ്മുടെ സംസ്കാരത്തൊക്കെ തന്നെ കലർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്, എങ്ങനെ നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം കണ്ടു വളരണം, അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് നന്നായിട്ട് സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട റേച്ചേട്ടനും സോഫിച്ചേച്ചിയും അവരുടെ അനുഭവങ്ങൾ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളൊന്ന് പങ്കുവെക്കാമോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഈ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മക്കൾക്കുണ്ടായേക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒക്കെ എന്താണെന്ന്? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളിപ്പം നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മക്കൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നുള്ളത്. പക്ഷേ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സോഫയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് മോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മോള് അതത്രയും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവൾക്കൊരു 1000 ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യേന്ദ്രന്മാർ ഉദിച്ചു എന്നുള്ള അവരുടെ മുഖം അങ്ങ് തിളങ്ങി. അവരുടെ സന്തോഷം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവർക്ക് ഒരു കംഫർട്ട് ഫീൽ കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു കിട്ടി. പിന്നെ ഞങ്ങൾ ബോധപൂർവം ഞങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാറുണ്ട്. അപ്പം സോഫി പറയും, എൻ്റെ ചാച്ചായിയ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് ഒരു ഫീലിംഗ് ടുഗദർനെസ് എന്നുള്ളൊരു ഇത് വരുന്നു, വീടിന് വല്ലാത്തൊരു കംഫർട്ട്. അപ്പം ഇപ്പം ഈ ഏറ്റവും ചെറിയവൻ ഇത് വന്നു കഴിയുമ്പോഴത്തേന് അവൻ ഇടയ്ക്കൂടെ വന്ന് കയറി. എത്ര വയസ്സായി? അവനിപ്പോൾ 5 വയസ്സായി. പേര് പീറ്റർ റേജി. അവൻ ഇടയ്ക്ക് വന്ന് അവൻ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ചാച്ചായി എന്ന് പറഞ്ഞ് അവനും വന്ന് നുഴഞ്ഞു കയറി അവനും കെട്ടിപ്പിടിക്കും. അപ്പം ഞങ്ങളിതിങ്ങനെ ചെയ്ത് കാണുമ്പോഴത്തേനും തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലാണ്. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ വലയത്തിലാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിൽ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കണ്ടിട്ട് ഈ ഒരു സ്നേഹ വലയത്തിലോട്ട് ചേരാനായിട്ട് അവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അന്നമോള് ഇങ്ങനെ പെട്ടെന്ന് പറയാം, എനിക്ക് വേഗം കല്യാണം കഴിച്ച് എനിക്ക് വേഗം കുറേ കുഞ്ഞുങ്ങളുണ്ടായി, എനിക്ക് അമ്മയായി എനിക്ക് അടുക്കളയിൽ നിറയെ ഭക്ഷണം ഉണ്ടാക്കി ചെറുക്കന്മാർക്കൊക്കെ കൊടുക്കണം. അവളുടെ ഒരു ഡ്രീം തന്നെ ഒരു ഫാമിലി ലൈഫ് എന്നൊരു കൊതിപ്പിച്ചു കൊണ്ടുവരാനുള്ള കൃപ ഇത് കാരണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാച്ചായി രാവിലെ ബ്ലസ് ചെയ്ത് കുരിശ് വരച്ച് നെറ്റിയിൽ ഉമ്മ തരുമ്പോൾ അത് കാണുമ്പോൾ ഇവരിങ്ങനെ നിന്ന് ചാച്ചായി നെറ്റിയിൽ കുരിശ് വരച്ച് നെറ്റിയിൽ ഒരു ഉമ്മ തരും. അപ്പോൾ അത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു സ്വർഗീയ അനുഭവമായിട്ട്, കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി സെൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഒരു മറുപടി പറയാറുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്കിതൊക്കെ ഭയങ്കര ഒരു നാണക്കേടുള്ള കാര്യം, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. സാധാരണ വീട്ടിലൊക്കെ നമ്മൾ കൊന്തയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാധാരണ പിള്ളേർ വന്നിട്ട് അപ്പനും അമ്മയും കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മ കൊടുക്കാറുണ്ട്. പക്ഷെ സംശയം ചോദിച്ചോട്ടെ, എത്ര വീട്ടിലുണ്ട് അപ്പനും അമ്മയും തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് കഴിയുമ്പോഴത്തേക്ക്? വളരെ ചുരുക്കം കാണത്തുള്ളൂ. വളരെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അവരുടെ വീട്ടിലിങ്ങനെ
മക്കളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. മക്കൾ ഇത് കഴിയുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കലും അനുഗ്രഹം മേടിക്കലൊക്കെ. പക്ഷെ ഇതുവരെ കെട്ടിയോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ചിന്തിക്കുകയാണ്, അന്ന് നമ്മൾ മാത്രം ചെയ്യാത്ത ഒരിക്കലും നമ്മളെല്ലാ കാര്യത്തിലും മക്കൾ നമ്മളെ മാതൃകളാക്കണമെന്ന് പറയും, ഇത് ചെയ്യാറില്ല. ഒരു നാണമൊക്കെയാണ്, കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട് അവസാനം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ ഇത് മറ്റു കുടുംബങ്ങളിലേക്കൊക്കെ, ഇവരുടെ തന്നെ ബന്ധു കുടുംബങ്ങളിലേക്കൊക്കെ ഒരു മൂവായിട്ട് നേരത്തെ തന്നെ ഇവിടുത്തെ ഈ വീട്ടിലെ പിള്ളേർ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ചലനമായിരുന്നു. കാരണം നമ്മൾ ഭയങ്കര ഒരു അയ്യേ ഫീലിംഗ് ആണ് നമുക്ക് ഇപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുണ്ട്. ജോർജേട്ടൻ്റെ ഈ പഴയ ജനറേഷനിലൊക്കെ ഈ പ്രശ്നമൊക്കെ ഇല്ല, പ്രായോദ്ദേശമല്ല. അല്ല, എനിക്ക് പ്രായമായില്ല, എന്നാലും പഴയ ജനറേഷനിലെ പല കാര്യങ്ങളും എനിക്കറിയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അച്ഛൻ പറഞ്ഞു പോലെ നമ്മുടെ കൾച്ചറിനകത്ത് എവിടെയോ കലർന്ന് കയറിയിട്ടുള്ള ഒരു പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പം കുറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മളത് വരുന്നത്. നേരത്തെ കുട്ടികളോടാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കരുത്, അവർ വഷളായി പോകും. ഇങ്ങനെ കുറച്ച് തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതുമൂലം അതേസമയം നമ്മൾ നാണിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. കള്ളു കുടിച്ച് കയറി വന്ന് ഭാര്യയെ മർദ്ദിക്കുന്ന കാര്യത്തിൽ പിള്ളേർ കാണുന്നല്ലോ എന്ന് യാതൊരു വിഷമവും ഇല്ല. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊന്നും ആരും കാണുന്നതിനകത്ത്, അല്ലെങ്കിൽ പിള്ളേർ കാണുന്നതിനകത്തോ നാട്ടുകാർ കാണുന്നതിനകത്തോ ഒരു നാണവും ഇല്ലാത്ത നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതിനകത്ത്, അല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ എന്താ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അതിനപ്പുറം ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെ മകൾ വന്ന് എന്നോടൊരു കാര്യം ചോദിക്കുകയാണ്, ഞാൻ ഇന്നടത്ത് പൊക്കോട്ടെ, ഞാൻ സിനിമയ്ക്ക് പൊക്കോട്ടെ, എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സിനിമ കാണാൻ പോവാണ്, പൊയ്ക്കോട്ടെ. പെട്ടെന്ന് എനിക്ക് സിനിമയെക്കുറിച്ച് അത്ര വിവരമില്ല, പിന്നെ പല കാര്യങ്ങളുണ്ട്, എനിക്കറിയത്തില്ലാത്തൊരു ഒരുപിടി മേഖലകളുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദേ. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അങ്ങനെ പരസ്യമായിട്ടത് പെങ്കോതനാണോന്നല്ലേ, ഞാൻ പച്ചക്ക് ചോദിച്ചതേ ഉള്ളൂ. ഭാര്യയുടെ പെർമിഷൻ വേണോ തനിക്ക് താനല്ലേ, അതോ ഇവിടെ അതോറിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മനസ്സിലാക്കും, ഈ പുള്ളി മാത്രം നോക്കിയാൽ ഒരു കാര്യം വീട് അപ്പൻ്റെ മാത്രമല്ല അമ്മയുടെയും കൂടെ, അപ്പനും അമ്മയും കൂടെയാണ് അവരെ മെയിൻ. ഇത് അവർക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞങ്ങളെക്കുറിച്ച് അവരെന്ത് മാർക്ക് കിട്ടുക എന്നുള്ളത് വിട്ടേ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരത് അതുപോലെ തന്നെ ആഹാരം കഴിക്കാനിരിക്കുന്നു, എല്ലാവരും കഴിച്ചിരുന്നു, ലിസ കഴിക്കുന്നതായിട്ട് കാണുന്നില്ല, അപ്പം അല്ലെ പാത്രം അവിടെ കണ്ടില്ല, അല്ലേ ഉണ്ടില്ലേ, നീ എന്തിയേ, നിനക്ക് എന്തിയെ വിളമ്പാഞ്ഞേ. ഞാൻ പറയാം, ഇങ്ങനെ കുറേ കൺസേണുകൾ, ഇതൊക്കെ അതടുക്കളയിൽ നിന്നങ്ങനെ നിന്ന് കാണുമായിരിക്കും എന്നും കാണുമായിരിക്കും. ഇതൊക്കെ മക്കളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര കുടുംബജീവിതത്തോട് ഭയങ്കര ഇഷ്ടം തോന്നും. ചിലപ്പോഴെങ്കിലും ഒരാളെങ്കിലും എന്നോട് വന്ന് എന്തായി അവരുടെ ഉള്ളിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ. ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹിതയാകാൻ താല്പര്യമില്ല, അപ്പോൾ പിന്നെ നീ എന്നെ കോൺവെൻറ്റിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. അപ്പോൾ അത് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഏത് കോൺവെൻറ്റ് എന്നത്, നിൻ്റെ വിളി എന്നത്, ഒരുപിടി കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും കൊച്ചിന് യാതൊരു വ്യക്തതയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, കുടുംബജീവിതം വേണ്ട. അവസാനം കിള്ളി വന്നു കഴിഞ്ഞപ്പം അവളുടെ ഉള്ളിലിരിക്കുന്ന കുടുംബജീവിതം ഒരു സ്ത്രീയുടെ അടിമത്തത്തിൻ്റെ ദുസ്സഹമായ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഞങ്ങൾ സെമിനാറുകളിൽ വൊക്കേഷൻ പ്രൊമോഷൻ സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഞാൻ 2 വർഷം വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴത്തേക്ക് റക്ടർമാർ ഭയങ്കര ഷൂടായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നതാണ്. അവർക്ക് അറിയണം പിള്ളേർ വീട്ടിലെ അടി വീഡിയോ പ്രവാസത്തിലേക്ക് കണ്ടിട്ട് പേടിച്ചിട്ടാണോ അവർ ദൈവവിളി എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്, അത് ജെന്യൂൻ ആണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ നമ്മൾ ദൈവവിളിയിലേക്ക് ചാടിപ്പോയി, നമുക്ക് തിരിച്ച് വീണ്ടും കുടുംബത്തിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഈ സ്നേഹപ്രകടനങ്ങൾ മക്കൾക്ക് എന്തുമാത്രം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു ഇമ്പാക്റ്റായിട്ട് മാറിയിട്ടുണ്ട്? അതായത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരസ്പരം പങ്കുവെക്കലും കൊടുക്കലും വാങ്ങലും എല്ലാം മക്കളെ ഇത് അവരുടെ ഫോർമേഷനിലോ അവരുടെ സ്വഭാവത്തിലൊക്കെ എന്തോരം മാറ്റം വരുത്തിയിട്ടുണ്ട്? ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം വൈകിട്ട് എന്നോട് വന്ന് പറയുകയാണ്, അമ്മേ, എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ആരോടും സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങളോട് മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി മോനെ? എന്താണെന്നറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം കിടപ്പുണ്ട്. അപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ അമ്മ ആ കുഞ്ഞിൻ്റെ അമ്മയോട് വിളിച്ച് സംസാരിക്കണം, വിഷമം മാറ്റി കൊടുക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ സെൻസ് ചെയ്യാൻ തുടങ്ങി. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ സെൻസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ സംശയിച്ചോട്ടെ, അതായത് അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടു തന്നെയാണ് വളരുന്നത്? ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തായിരുന്നു, ഞങ്ങൾ വഴക്ക് മാക്സിമം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും. ഇനി അത് ഉണ്ടാക്കിയാൽ തന്നെ അത് അന്ന് തന്നെ നമ്മളത് സോൾവ് ചെയ്തിട്ട് പോകുന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പാലിക്കപ്പെട്ടിട്ടുണ്ടോ? എത്ര വർഷമായി? അങ്ങനെ ഒരു ഞങ്ങളിങ്ങനെ ഒരു പിണങ്ങി കഴിഞ്ഞായിട്ടൊരു ഓർമ്മയില്ല.
അപ്പം ഒരുപാട് പിണക്കങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊരു രമ്യതപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആ ദിവസം മുമ്പോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ പിള്ളേർ ഓഫ് കോഴ്സ് അവർ നമ്മളുടെ മുമ്പിൽ നിന്ന് കാണുന്നതാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സോഫി എടുത്ത് പോയി സോഫി എനിക്ക് അന്നേരത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പിള്ളേരുടെ മുമ്പിൽ വെച്ച് തന്നെ കൺഫസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പം പറയുന്നത്. അപ്പോൾ സോഫി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കഴിയുമ്പോൾ തന്നെ മുന്നേ ചാച്ചായി ഞാൻ അപ്പോൾ അങ്ങനെ ആയിരുന്നു വിചാരിച്ചത്, അപ്പോൾ അതുകൊണ്ടാണെന്നുള്ള രീതിയിൽ അങ്ങനെ പറയും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള വലിയൊരു സുവിശേഷമാണത്. ഇങ്ങനെയൊക്കെ നമ്മുടെ വീടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയ്ക്ക് മുമ്പേ അവരങ്ങ് ഹൃദയമൊക്കെ അങ്ങ് അവരുടെ സകല മുറിവുകളൊക്കെ ഉണങ്ങിപ്പോയേനെ. മാതാപിതാക്കളൊക്കെ പരസ്പരം ക്ഷമയോദിക്കുന്നതും പരസ്പരം ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു വളർന്നിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു ചാച്ചായിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനായിട്ട് ചാച്ചായിക്ക് ഒരു വിഷമം ക്രിയേറ്റ് ചെയ്താൽ ചെന്ന് ചാച്ചായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ ആ വിളിയിൽ തന്നെ ഈശോ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ടെൻഷൻ അവിടെ തന്നെ അങ്ങ് റിലീസ് ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ 14 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു കൂടിപ്പോയ എണ്ണി വിരലിലെടുത്തു കഴിഞ്ഞാൽ 3-4 തവണ ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളും പുറത്തുള്ള അത്രയും കൗണ്ട് പോലും തമ്പുരാൻ അനുവദിച്ചിട്ടുള്ളൂ, അത്രയും സംഭവിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പപ്പയും അമ്മയും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പരസ്പരം സോറി പറയുന്ന ആ ഒരു ഇത് അവർക്ക് സോളിഡ് ആയിട്ട് അവർക്കത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴും അത് വലിയൊരു മാതൃകയായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഇവർ റീച്ച് ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പരസ്പരം മിങ്കിൾ ചെയ്യുന്നത് കാരണമാണോ എന്നറിയില്ല. ഇപ്പം പീറ്ററിനെയും കൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു, UKG-യിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം, ഇവൻ ആ ഇൻ്റർവ്യൂ ഹാളിൽ ചെന്നിരുന്ന ഏകദേശം ഒരു 10-15-20 കുട്ടികളുള്ള ഇൻ്റർവ്യൂവിന് വന്നിരിപ്പുണ്ട്. ഇവൻ എല്ലാ കുട്ടികളോടും ഇവനൊരു മടിയുമില്ലാതെ പോയി പേര് ചോദിക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു. അവർ ഭയങ്കര ടെൻഷനിലാണല്ലോ വന്നിരിക്കുന്നത്. ഇവർ ഒരു ടെൻഷനും ഇല്ലാതെ പോയി എല്ലാവരെയും വിളിച്ച് അവരോട് സ്നേഹിച്ച് സംസാരിച്ചൊരു ഹാപ്പി മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മോളെ എന്തോ ഒരു കാര്യം ഒരു തെറ്റ് ചെയ്ത് കുറ്റം ചെയ്തതിനും സോഫി ശാസിക്കാൻ വിളിച്ചു, ശിക്ഷിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളുടെ ഇളയവൻ വന്ന് അവൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പറയാണ്. അന്നച്ചേച്ചി അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, അമ്മ ഉദ്ദേശിച്ചവരല്ല, അന്നച്ചേച്ചിനെ അടിക്കരുത്. അത് നിറ കണ്ണുകളോടെ പറയുന്നത്. അത് അവൻ്റെ ആ ഒരു പൾസിൽ പറയുന്നതാണ്. നമ്മളീ അടിക്കാൻ നമ്മൾ വന്ന ആ ഒരു പഞ്ചങ്ങ് പോവും. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ വിറച്ച് മൊത്തത്തിൽ തടഞ്ഞു നിർത്തി കവറപ്പ് ചെയ്ത് നിർത്തിയാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഇവർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലുകൂടുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് തല്ലുന്നത് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ഒരു ഫോളിലോട്ടോ അല്ലെങ്കിൽ ഒരു അടി അവരുടെ ദേഹത്ത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് അറിയാതെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ചോറ് വരുന്നു, അല്ലെങ്കിൽ ഇവന് നന്നായിട്ട് അടി കൊണ്ടുള്ളതിൻ്റെ ഒച്ച കേട്ടതല്ലേ നമ്മൾ വരും. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചത്, ആരാ അടിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ അടി കൊണ്ടവനാ പറയുന്നത് ഇല്ല ഒന്നും പറ്റിയില്ല. കാരണം അവനറിയാം, അവനത് റിവീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് നല്ലത് കിട്ടും എന്നറിയാം. അപ്പം അതുകൊണ്ട് ഇവന് അടി മറ്റവൻ കാരണം എല്ലാ സമയത്തുമല്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈശോ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചാച്ചായി പല സമയത്തും എന്നെ കവറപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ പല കുറ്റങ്ങളും ചാച്ചായി ഒന്ന് കവർ ചെയ്യാറുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഒരു പ്രാവശ്യം തിരിച്ചു വന്നപ്പോഴത്തേക്കും വീട്ടിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഞാൻ കേട്ടില്ല, കുഞ്ഞുങ്ങൾ കേട്ടു അമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ വീട്ടിലൊരു സംസാരം ഉണ്ടായി. അപ്പം ചാച്ചായി പറഞ്ഞു എന്ന് മോള് വന്ന് രഹസ്യമായിട്ട് പറയുകയാണ്, അമ്മ ഇവിടെ ഇല്ലാതിരുന്നപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അമ്മേനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ അമ്മയുടെ ചാച്ചായി പറഞ്ഞു അവൾ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് ചാച്ചായിയോടുള്ള ചാച്ചായിക്ക് അമ്മയോടുള്ള സ്നേഹം കാരണമാണ് അമ്മയ്ക്ക് ചാച്ചായിയോട് അവർ അങ്ങനെ ഒരു ലെവലിലോട്ട് അവർ പോകുന്നുണ്ട്. ഞാനൊരു ചെറിയ സംഭവം ഓർക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഈ പരസ്പരം ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ എൻ്റെ ഇളയ ചേച്ചി ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന സമയമാണ്. അപ്പോൾ ചേച്ചി പറയാം, ഞാൻ പറഞ്ഞു അളിയന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ചേച്ചി പറയാണ് അളിയന് ഇപ്പോൾ ഫോൺ എടുക്കത്തില്ല, ഞാനിവിടെ മുഴുവൻ ഛർദ്ദിച്ച വഴിയായിട്ട് കിടക്കാം, മുറി മുഴുവനെ അളിയൻ മൊത്തം ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണി കഴിഞ്ഞ് വന്നിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കാണ് ഇപ്പോഴും ഷർട്ടിൽ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ചേച്ചി മുഴുവൻ വൃത്തികേടാക്കട്ടെ എന്ന് മുഴുവൻ അളിയൻ പണി കഴിഞ്ഞ് വന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്.
ഇത് കണ്ടു വളർന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര നല്ലൊരു മാതൃകയായിരിക്കും ഈ പണി. സാധാരണ ഈ അമ്മ എപ്പോഴും പണിയെടുക്കാനും അപ്പൻ എപ്പോഴും ഓർഡർ ഇടാനും അതിനാണ് ഈ ആമ്പിള്ളനും വീട്ടി പഠിച്ചു വളരുന്നത്. അപ്പോൾ അവൻ ആൺകൊച്ചല്ലേ, അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാവോ? അവൾ പെൺകൊച്ചല്ലേ, അവൾ പോയി അടിച്ചു വാരട്ടെ, അങ്ങനെയൊക്കെ അവൻ കൃത്യമായിട്ട് നമ്മളൊരു ചില കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്ത് പഠിപ്പിക്കുകയാണ്. അത് പലപ്പോഴും കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യാനും അപ്പൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഈ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ടോ? ഞങ്ങളുടെ വീട്ടിലിപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫീസിൽ പോകണം, അതുപോലെ തന്നെ 4 പേരെ സ്കൂളിലും വിടണം. അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫിക്ക് ഇപ്പം ഈ ഒരു 4 ഡെലിവറി കഴിഞ്ഞ് എൻ്റെ സിസേറിയൻ കഴിഞ്ഞതിൻ്റെ ഇത് വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ദേഹത്ത് നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഴുന്നേൽക്കണമെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നേരം നല്ല തിരുമ്മി നീരൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മാത്രമേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളെ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ ഡ്രസ്സ് തേച്ച് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യും. സോഫിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് അടുക്കി വയ്ക്കുന്ന കേസിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒരു റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീർച്ചയായിട്ടും അവരത് എന്തായാലും ഉറപ്പായിട്ടും അവരത് കണ്ടുപിടിക്കുന്നുണ്ട്. ചാച്ചായി പറഞ്ഞല്ലോ രാവിലെ എനിക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യം. അപ്പോൾ അത് കുഞ്ഞുങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമ്പാക്റ്റാണ്. മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ചിലപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഈ നീരിൻ്റെ പ്രശ്നം ചിലപ്പോൾ അങ്ങ് വരും. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഞാനൊന്ന് കിടക്കുമ്പോൾ 4 പേരും 4 സൈഡിലായിട്ട് വന്നിരുന്നിട്ട് 2 പേര് കൈ 2 പേര് കാല് ഈ നീരൊന്ന് തേച്ചിറക്കാനുള്ള ശ്രമം നടത്തും. വലിയ സ്നേഹത്തോടെ ചെയ്തു തുടങ്ങുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മൂത്തയാൾ കിളകും. രാജകുമാരി എന്നാ വിചാരം, 4 സൈഡിൽ 4 തോഴന്മാർ വന്നിരുന്ന് തേച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ മൈക്കിൾ കയറി മാധ്യസ്ഥം പറയും, ആൽഫി ചേട്ടന് അറിയാവോ, അമ്മ 4 പ്രാവശ്യം അമ്മയുടെ വയറ് കീറിയിട്ടാണ് നമ്മളെ പുറത്തെടുത്തത്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും വേദനയും നീരും വരുന്നത്. അപ്പൻ്റെ ആ ഒരു റോളിലോട്ട് അവൻ ഇമ്മീഡിയറ്റ് അങ്ങ് ടെസ്റ്റ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചാച്ചായൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ വന്നത് കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് വന്നതാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലൊക്കെ അത്ര എളുപ്പമൊന്നും അല്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് അപ്പനും അമ്മയും ഒരുമിച്ച് ജോലി ചെയ്യുന്നു, മക്കൾ അതിന് തീർച്ചയായിട്ടും വൻ സപ്പോർട്ട് കൊടുക്കുന്നു. ഈ മാതൃക കൊണ്ട് തന്നെ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. ജോർജേട്ടൻ ഇവരുടെ ഈ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ജോർജേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഫാമിലിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ഞാൻ പറയാൻ വരികയായിരുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. അച്ഛൻ പറഞ്ഞ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഇത് എളുപ്പമായിരുന്നു എന്ന് പറയുന്നൊരു സമയം വരും. കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശരിയല്ല എന്നൊരു നിലപാടിലേക്ക് വരില്ല. കാരണം ഇത് രണ്ടുപേരുടെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണെന്ന് അവർ നേരത്തെ തന്നെ ആരുടെയും ഒരു കൗൺസിലറുടെ ഇൻ്റർവെൻഷനോ ഉപദേശമോ ഒന്നുമില്ലാതെ തന്നെ അവരവരിൽ തന്നെ അറിയാം. വാസ്തവത്തിൽ ഇത് പിന്നീട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം. എന്നിട്ട് നമ്മൾ അവരെ അങ്ങനെയല്ല മകളെ, അല്ലെ അങ്ങനെയല്ല മോനെ, അങ്ങനെ വേണം, ഇങ്ങനെ നടക്കുകയല്ല. പിന്നെ അവർ ശരി നോക്കാം, 6 മാസം കൂടെ നോക്കി, അടുത്ത പ്രശ്നം. ഇനി എല്ലാം വിവാഹമോചനത്തിൽ എത്തുന്നോ ഇല്ലയോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അതിന് പല കാരണങ്ങൾ കാണും. പക്ഷേ കുടുംബത്തിൽ അവർ വിവാഹിതരായിട്ടാണോ ജീവിക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ആ സ്നേഹത്തിലോ അടുപ്പത്തിലോ. അത് നിങ്ങളിപ്പോൾ ഇവിടെ അല്പം കഷ്ടപ്പാടുണ്ട്, അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാരണം എനിക്ക് നല്ലത് പറയാൻ പറ്റും. കാരണം ഞാനൊക്കെ വളർന്നു വന്ന തലമുറയിൽ അച്ഛൻ പറഞ്ഞ പോലെ ആ ഡിവിഷൻ ഓഫ് ലേബറൊക്കെ വളരെ വ്യക്തമായിരുന്നു. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ മീശ ഉണ്ടാകുക എന്നാണ് എന്നോടൊക്കെ പറഞ്ഞത്. അപ്പം മീശ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അടുക്കളയിൽ കയറാൻ പാടില്ല വെച്ചാൽ അടുക്കളയിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. അപ്പം അമ്മ ചുടുന്ന ദോശ അടുക്കളയിൽ തന്നെ ഇരുന്ന് ചൂടോടെ തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് അനുവദനീയമല്ല. നമ്മൾ മേശപ്പുറത്തിരുന്ന് മേശയുടെ അവിടെ കൊണ്ടുവന്നുകൊണ്ടുവന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഈ ആൺപെൺ വ്യത്യാസമുള്ളൊരു സമൂഹത്തിൽ വളർന്നപ്പം എനിക്ക് വളരെ നല്ലപോലെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു പ്രഷർ എൻ്റെ മേൽ ചെലുത്താൻ ശ്രമിക്കുന്നൊരു മേഖലയാണ് അങ്ങനെ ഒരു ഇതില്ലാതെ ചെയ്യാൻ ശ്രമിക്കും. ഇതിൻ്റെ ഗുണമുണ്ടാകുന്നത് മക്കൾക്ക് ഉറപ്പായിട്ടും. ഞാനിങ്ങനെ ഒരു അച്ഛനിങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടേ. അച്ഛൻ പറഞ്ഞു, കല്യാണത്തിന് പ്രസംഗമാണ്, പ്രസംഗത്തിൽ അച്ഛനിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്, മക്കൾ തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പ് വായിച്ചിരിക്കേണ്ട ഏറ്റവും നല്ല പുസ്തകം മാതാപിതാക്കളാണെന്നുള്ളത്. അവരാണ് മക്കൾക്കുള്ള 5ാമത്തെ സുവിശേഷം എന്നുള്ളത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടി ഒത്തിരി സർവീസുകൾ ചെയ്തിട്ടുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന സംഭവമാണ്. ചേട്ടൻ്റെ മകൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ കല്യാണ പ്രായമൊക്കെയായി. അപ്പോൾ അവനൊരു ദിവസം അമ്മ എടുക്കുന്ന പറയാണ്, അമ്മ എനിക്ക് അമ്മയെപ്പോലൊരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്ന്. അമ്മ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു പോയി. അമ്മയെപ്പോലെ അതിന്
അമ്മയെപ്പോലെ സ്നേഹമുള്ള, അമ്മയെപ്പോലെ പപ്പായെ സ്നേഹിക്കുന്ന, അമ്മയെപ്പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുന്ന അമ്മയും അപ്പയുടെ സ്നേഹം അത്രയും നല്ലതാണ്. എനിക്ക് അമ്മയെപ്പോലെ തന്നെ ഒരു നല്ല പെങ്കൊച്ചിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് എൻ്റെ വിവാഹം ഉറപ്പായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അമ്മ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മകൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഒരു പെണ്ണിനെ ഒപ്പിച്ചു, കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോഴത്തേക്ക് അമ്മ അപ്പനോടെന്ന് പറയാണ്. അപ്പം ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, നിനക്ക് ആരെയൊക്കെ കല്യാണത്തിൽ വിളിക്കാണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ നാച്ചുറലായിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം അവർ അത്രയും നല്ല ബോണ്ട് ജീവിക്കുന്നവരാണ്, എനിക്ക് പ്രത്യേകിച്ച് വേറെ ആരും വിളിക്കാനില്ല. പക്ഷേ ഒരാൾ വിളിക്കാനുണ്ട്, നമ്മളിവിടെ സ്ഥിരമായിട്ട് ഭിക്ഷ എടുക്കാൻ വരുന്ന ചേട്ടനുണ്ട്, അവർ ഉറപ്പായിട്ട് വിളിക്കണം, അതെൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കല്യാണത്തിന് എനിക്ക് പങ്കെടുപ്പിക്കുന്ന വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഭിക്ഷക്കാരനും കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണത്തിന് കുറച്ച് സൈഡിൽ കുറച്ച് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ നിൽക്കുന്നത്, കുറച്ച് അത്ര നല്ല വസ്ത്രമൊന്നും ഇല്ലാത്ത, കണ്ടാൽ അത്ര നല്ല മോടിയൊന്നും, ഇച്ചിരി ഹൈഫൈ ഫാമിലിയാണ്, മോടിയൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ ഈ കല്യാണ പെണ്ണ് ചെറുക്കനെ വിളിച്ച് പരിചയപ്പെടുത്താണ്, അത് എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ വീട്ടിൽ സ്ഥിരം വരുന്ന ഭിക്ഷക്കാരാണ്. ഇത് സത്യമായിട്ട് എറണാകുളത്ത് ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. ഞാനിങ്ങനെ ഒരു ഡോക്ടർ ദമ്പതികളുടെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അവരെ അതിനകത്ത് ഒരാൾക്ക് പെട്ടെന്ന് ട്യൂമറൊക്കെ വന്ന് 5-6 കുഞ്ഞുങ്ങളുള്ള ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ പെട്ടെന്ന് അടഞ്ഞു പോകുന്നൊരവസ്ഥ വരെയൊക്കെ എത്തി. അപ്പോഴത്തേക്ക് ആകെ എല്ലാവരും രണ്ടുപേരും ഡോക്ടറായതുകൊണ്ട് കാര്യങ്ങൾക്ക് അറിയാം, എവിടം വരെ പോകുന്നൊക്കെ അറിയാം. പക്ഷെ വളരെ മിറാക്കുലസ് ആയിട്ട് ദൈവം ആ ഒരു അവസ്ഥ മാറ്റിയെടുത്തു. അപ്പോഴത്തേക്ക് ഈ പിള്ളേരിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പിന്നീട് ഇവരെ ഷെയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ചേച്ചി അസുഖം പിടിച്ച് കിടന്ന സമയത്ത് ഭർത്താവ് കൂടെ വന്നിരുന്ന് എല്ലാ റിയാലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ച് അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടിയും അടുത്തൊരു കീമോയ്ക്കൊക്കെ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്നതിനൊക്കെ മുമ്പ് ഫുൾ ടൈം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും, മുട്ടൂത്ത് നിൽക്കുന്നതും, പുലർകാലം എഴുന്നേൽക്കുന്നതൊക്കെ ഈ ഒരു കുഞ്ഞുങ്ങളിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ ആ ഒരു ഭാഗം കൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രാർത്ഥനാ അനുഭവങ്ങൾ മക്കൾക്ക് എങ്ങനെ ഒരു മാതിരി, നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ കാണാറുണ്ടോ? ഞങ്ങൾ തമ്മിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന വിഷമം വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീര് എനിക്ക് ഒത്തിരി വരുന്ന, പക്ഷേ ആ സമയത്ത് ചാച്ചായി ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തി, ചാച്ചായി കൂടെ ഉണ്ടെങ്കിൽ ചാച്ചായുടെ പുറത്തൊന്ന് ചാരി കിടക്കുമ്പോൾ അതൊരു വെർബൽ പ്രേയറിനെ കാട്ടിയും വീട്ടിലൊരു ഫ്ലോയാണത്. എനിക്ക് വിഷമിച്ച് കഴിഞ്ഞാൽ ചാച്ചായിക്ക് അത് പെട്ടെന്ന് സെൻസ് ചെയ്യുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളത് ഒരുമിച്ച് തമ്പുരാനോട് ചിലപ്പോൾ വെർബൽ പ്രെയറായിട്ടത് ഉറച്ചു വന്നു എന്നിരിക്കില്ല, പക്ഷേ ഒന്ന് ചാച്ചായുടെ പുറത്തൊന്ന് ചാരിക്കിടന്ന് ഈശോയുടെ മുഖത്ത് നോക്കിയിരുന്നു തമ്പുരാൻ തരുന്ന ആ ഒരു ഹീലിംഗ് ഒരു ഫ്ലോ ആയിട്ട് വീട്ടിലോട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചില സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഡെസ്പാവുമ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും അത് ഇവർക്ക് വിഷമമുണ്ടാക്കി എന്നൊരു സാധനം. അപ്പോൾ ആ ഒരു ഞങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ചില സമയത്ത് ഇവർ പെട്ടെന്ന് നല്ല കുട്ടികളായിട്ട് ടേൺ ചെയ്യും. എല്ലാ സമയത്തുള്ള കുരുത്തക്കേട് ഇഷ്ടംപോലെ കാണിക്കും, പക്ഷേ എന്നാൽ പോലും ചില സമയങ്ങളിൽ നമ്മുടെ ആ ഒരു ഫീലിംഗ് സെൻസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യുന്നത് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാര്യാഭർത്താക്കന്മാർ ഈ ഒരു കാര്യം ചെയ്താൽ, ഒരു ജ്ഞാനഗുരു ഒരിക്കലൊരു കഥ പോലെ ഒരു സംഭവം എടുത്ത് ഉദ്ധരിച്ച് ചെയ്യാൻ ഓർക്കുക. ഒരപ്പന് മകൻ്റെ കല്യാണ സമയത്ത് വിവാഹത്തിന് ഇറങ്ങാൻ നേരത്ത് അവനെ വിളിച്ച് അനുഗ്രഹിച്ച് എല്ലാം വിടുന്ന കൂട്ടത്തിൽ ഒരു ഉപദേശം കൊടുക്കുക. മോനെ, നീ വിവാഹം ചെയ്യാൻ പോവുക, എനിക്ക് നിന്നോട് ഇതേ പറയാനുള്ളൂ, ഞാൻ നിൻ്റെ അമ്മയെ നോക്കിയതുപോലെയും കരുതിയതുപോലെയും നീ അവളെ പറഞ്ഞു കൊടുക്കാനില്ലല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാം, വേറെ നമ്മൾ എന്ത് ഉപദേശിച്ചിട്ടും വലിയ കാര്യമൊന്നും, ഇത് ഉപദേശിച്ചില്ലെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാകുക. എനിക്ക് തോന്നുന്നതാണ് ഓരോ അപ്പനും അമ്മയും ഇതിനൊരുങ്ങിയിരിക്കുക. ഇപ്പം നമുക്കുള്ള 2 വയസ്സോ 3 വയസ്സോ 5 വയസ്സോ ഉള്ള കുട്ടിയായിരിക്കാം, പക്ഷേ ഭാവിയിൽ ഒരു ദിവസം ഇവരോട് നമുക്കിത് പറയാൻ പറ്റണം, മോളെ, നിൻ്റെ അപ്പനെ ഞാൻ നോക്കിയതുപോലെ നീ അവനെ. എനിക്ക് തോന്നുന്നു ഇവരെ കേട്ടോണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ഇനി ഇവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിക്കോളും ഇവരെങ്ങനെയാണ് കുടുംബജീവിതത്തിലേക്ക്. ഞാൻ ജോർജ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ജോർജ് ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ട, ഇവിടെ നിന്ന് തന്നെ കേട്ട പഴയൊരു സംഭവം ഞാനൊന്ന് ഉദ്ധരിക്കുക. ജോർജ് ചേട്ടൻ മറന്നുപോയിട്ടുണ്ടായിരിക്കും. പണ്ട് ജോർജ് ചേട്ടൻ്റെ മക്കൾ വളർന്നു വന്ന സമയത്ത് അവരുടെ ദൈവവിളിയെ പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് ആ ഒരു സിസ്റ്റേഴ്സോ മറ്റോ വന്നിട്ട് 4 പെൺമക്കളുള്ളതുകൊണ്ട് ഒരാളെങ്കിലും ദൈവത്തിന് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജോർജ് ചേട്ടൻ പറഞ്ഞ പഴയൊരു സംഭവം ഞാനിപ്പോൾ ഉദ്ധരിക്കുകയാണ്. അതായത് അവരിപ്പോൾ ഞങ്ങളെ കണ്ടാണല്ലോ വളരുന്നത്, നിങ്ങളെയും കണ്ട് വളരുന്നുണ്ടല്ലോ, വളർന്നു വലുതായി കഴിയുമ്പോൾ അവരിഷ്ടമുള്ള ജീവിതവിളി തിരഞ്ഞെടുത്തോട്ടെ. ജോർജ് അങ്കിൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട്
അവരുടെ പാരൻസിന് വേണ്ടിയിട്ട് നീ ചെന്ന് കയറുന്ന വീടിന് വേണ്ടിയിട്ട് നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്ന് പറയും. അപ്പോൾ ഇവർ നമ്മൾ ഈ പറയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ നമ്മളെ മൈൻഡ് ചെയ്യാത്ത പോലെ നോക്കും. പക്ഷെ നമുക്കറിയാം ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ കല്യാണത്തിന് മുമ്പ് ചാച്ചായിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഔസ്യപിതാവിനെ കാത്തോളിനെ ഈശോയെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പറയും ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ അച്ഛനാകും എന്നൊക്കെ ഓരോരുത്തർ പറയും. പക്ഷെ ഞാൻ പറയും അത് ഈശോയുടെ വിളിയാണ്, ഈശോ തരുന്ന വിളിയാണ്. നീ ഏത് ജീവിതത്തിലേക്ക് പോകണമെന്ന് ദൈവം തീരുമാനിക്കും. അപ്പോൾ നീ വിവാഹം കഴിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥന മുടക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലെ കട്ടപ്പനയിലുള്ള ഒരു മലമുകളിൽ താമസിക്കുന്ന ഒരു സന്യാസിയുണ്ട്, ലോറൻസ് അച്ഛൻ. അച്ഛൻ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ ഒരു ആശ്രമമൊക്കെ കിട്ടി, ഒരു കോണ്ടംപ്ലേറ്റീവ് ഓർഡർ ലൈഫ്, ഭയങ്കര വിശുദ്ധനായ, കണ്ടാൽ തന്നെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്ന ഒരു ഓമനത്വമുള്ള ഒരു അച്ഛനാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ പോയി കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു ധ്യാനത്തിന് വേണ്ടി. അച്ഛനിങ്ങനെ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ മാതാപിതാക്കളെ പറ്റി കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുളിര് വരും. അപ്പോൾ അച്ഛൻ്റെ അപ്പൻ നേരത്തെ തന്നെ മരിച്ചു പോയ ഒരാളാണ്. അപ്പോൾ മരണക്കിടക്കയിൽ അപ്പം കിടക്കുകയാണ്. അപ്പോൾ അമ്മ കുറേ യങ്ങാണ്. അപ്പോൾ അച്ഛനിങ്ങനെ അച്ഛൻ്റെ അപ്പച്ചൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, വിദേശത്താണല്ലോ, യു മസ്റ്റ് മാരി അഗെയിൻ സിൻസ് യു ആർ വെരി യങ്. അതുകൊണ്ട് പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിച്ച്, നീ വളരെ യങ് ആയതുകൊണ്ട് വേറെ കല്യാണം കഴിച്ചേ പറ്റും, അത് മക്കളെയൊക്കെ നോക്കണ്ടേ. അപ്പോൾ അമ്മ പറയാണ്, നോ, യു ആർ മൈ ഫസ്റ്റ് ലവ് ആൻഡ് യു ആർ മൈ എവർ ലാസ്റ്റിംഗ് ലവ്. നീ എൻ്റെ ആദ്യ സ്നേഹവും എന്നുള്ള സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞ് അപ്പനത് കേട്ടിട്ട് മരണക്കിടക്കയിൽ കിടന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഉമ്മ കൊടുത്തിട്ടാണ് മരിക്കുന്നത്. മക്കളൊക്കെ കണ്ട് ഇങ്ങനെ അച്ഛൻ പറയാണ് ഇങ്ങനെ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച് നിൽക്കുകയാണ്. അതിന് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചനെയും സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ മക്കളിങ്ങനെ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടെന്ന്. അപ്പനും അമ്മയും തമ്മിൽ സ്നേഹം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര കുളിര് കോരിയിട്ടുണ്ടെന്ന് എപ്പോഴും. അതിൻ്റെ ഇമ്പാക്റ്റ് ഇതാണ്. അപ്പച്ചൻ മരിച്ചു പോയി, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളൊക്കെ പക്വത എത്തി. അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു സന്യാസാശ്രമത്തിൽ ചേർന്നു, അച്ഛനാകാൻ പോയി. ബാക്കി കല്യാണമൊക്കെ കഴിഞ്ഞവരെല്ലാം സുവിശേഷ പ്രഘോഷകരാണ് ഇപ്പോൾ എല്ലാവരും ഫുൾ ടൈം. അമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോൺവെൻറ്റിൽ ചേർന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഫാമിലി മുഴുവൻ ഇപ്പോൾ ഒരു ദൈവരാജ്യ പ്രഘോഷം. അതാണ് ഈ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തിൽ, ആ ലയത്തിലൊക്കെ മക്കൾ കണ്ടു വളരുമ്പോൾ ഇത് സ്നേഹപ്രകടനങ്ങളെക്കാളും ഒരു സ്വർഗീയ അനുഭൂതി മക്കൾക്ക് കൊടുക്കുകയാണ്. വീട് സ്വർഗമാണെന്നൊക്കെ നമ്മൾ സൺഡേ സ്കൂളിൽ പിള്ളേർ എത്ര പ്രാവശ്യം ഇമ്പോസിഷനിൽ പഠിച്ചാലും പിള്ളേർക്ക് പിന്നെ മറന്നു പോകും. അത് തിയററ്റിക്കലാണ്. പക്ഷേ ഇത് കണ്ടു വളരുമ്പോൾ, മാതാപിതാക്കളുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടു വളരുമ്പോൾ, അവർ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും, രാത്രികാലങ്ങളിൽ ചാവറാച്ചൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അമ്മയൊക്കെ രാത്രികാലത്ത് എഴുന്നേറ്റ് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടത് മാത്രമാണ് എനിക്കിങ്ങനെ ദൈവം ഉണ്ടെന്ന് പോലും എനിക്ക് ഉറപ്പായത്. അത്രയും വലിയ ഉറപ്പാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക്, ഒരുമിച്ചുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ഉപദേശം എന്ന് പറയാൻ പക്വതൊന്നുമില്ലെങ്കിലും എങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഉറപ്പ്, നിങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും സ്നേഹപ്രകടനങ്ങളും ഞങ്ങൾ മക്കൾക്ക് തരുന്ന ബലം, അതിനേക്കാൾ വലിയൊരു ബലവും സംരക്ഷണവും ഉറപ്പൊന്നും ഈ ഭൂമിയിൽ മറ്റൊന്നും തരാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നോക്കി അപ്പ എന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ പറ്റണമെങ്കിൽ, മാതാവിനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ, ഈ ഭൂമിയിലുള്ള അപ്പനും അമ്മയും ഒക്കെ ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ മുഖങ്ങൾ തരാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നങ്ങൾ ഉറപ്പായിട്ടും മക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുമെന്നതിൽ ഒരു സംശയമില്ല. കുറവുകളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ഒരു കുറ്റപ്പെടുത്തലോ അല്ല, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. നമുക്കൊന്നും ചേർന്ന് കുടുംബം ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം, ഒരു തിരുക്കുടുംബത്തിൻ്റെ ഓർമ്മകളായി മാറാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് തിരുക്കുടുംബമാകാൻ വേണ്ടിയാണല്ലോ. യോസേപ്പിനെയും മേരിയെയും പോലെ, ഈശോയെ പോലെ കുറച്ച് വിശുദ്ധിയുള്ളൊരു കുടുംബം. വിവാഹമെന്ന കൂദാശയിലൂടെ തമ്പുരാൻ ചേർത്ത് നിർത്തിയ ആ ഒരു ദിനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വിവാഹമെന്ന കൂദാശ ആ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിമിഷം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു കൂദാശയോടുള്ള വിശ്വസ്തത കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പരസ്പരം പങ്കുവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തമ്പുരാൻ മാപ്പ് പറഞ്ഞ് നിൽക്കാം. തമ്പുരാൻ സമ്മാനമായി തന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാതൃകകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു നിമിഷം തമ്പുരാൻ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് വന്ന കുറവുകളുടെ മേലെല്ലാം തമ്പുരാൻ നീ നിറവാകണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇല്ലായ്മകളുടെ മേലെല്ലാം നീ ഉള്ളായ്മയായി മാറണമെന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിലൊക്കെ മക്കൾക്ക് സ്കാൻഡലായി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കിയ വഴക്കുകളൊക്കെ മക്കൾക്ക് എന്തെങ്കിലും മുറിവുകളായി മാറിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ഈ ഒരു രാത്രി ഒരു ഹീലിങ്ങിൻ്റെ രാത്രിയായിട്ട് മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മുറിവുകളുടെ മേലും നിന്റെ സ്നേഹത്തിൻ്റെ സ്വർഗീയ ജലം ഒഴിച്ച് നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തിരുക്കുടുംബമാക്കി നീ മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തല കുമ്പിട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയുടെയും പുത്രനായ ദൈവത്തിൻ്റെ രക്തക്കോട്ടയുടെയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയുടെയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി കോട്ടയുടെയും
വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും രക്തസാക്ഷികളുടെയും അപ്പോസ്തലന്മാരുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സുഹൃതക്കോട്ടയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ ചേർന്ന് നിന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ആരംഭിക്കുമെന്ന്. ആമേൻ. മധുരമൊഴി